ഇത്ര എങ്ങനെ പിടിക്കാനൊക്കത്തുള്ളൂ, അത്ര ഹെവി. അതുപോലെ തന്നെ ഇത്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഈ കത്തിരിക്ക കണ്ടല്ലോ, ഇത് അച്ഛൻ വെജിറ്റബിൾ ഗാർഡനിൽ നിന്ന് പറിച്ചു തന്നതാണ്. അപ്പം ഇത് വെച്ചിട്ട് ഒരു ഫ്രൈ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഈ വൃശ്ചിക മാസത്തിൽ ഒരുപാട് പേര് നോമ്പും വ്രതവും ഒക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ വെജിറ്റേറിയൻ ഡിഷ് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ്, മഞ്ഞൾ, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് അരിപ്പൊടി, അതായത് ഇടിയപ്പത്തിൻ്റെ പൊടി അല്ലെങ്കിൽ പുട്ടുപൊടിയോ ഏതെങ്കിലും എടുക്കാം. പിന്നെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ. അപ്പം ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പം ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പം ഈ കത്തിരിക്ക നല്ല എൻ്റെ കൈയിൻ്റെ വലിപ്പമുണ്ട്. അപ്പം ആദ്യം നമുക്ക് ഈ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് വട്ടത്തിലാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. അപ്പം ആദ്യത്തെ ഭാഗം, ഈ ഒരു ഭാഗം ഇനി നമുക്കത് വട്ടത്തിൽ മുറിച്ചെടുക്കാം. മുറിച്ചെടുക്കുമ്പം ഈ ഒരു ഘനത്തിലെടുക്കുക. തീരെ തിന്നായി പോവല്ല്, വണ്ണവും കൂടി പോവല്ല്. അപ്പം ഈ ഒരു അളവിൽ മുറിച്ചെടുക്കുക. ഒരു കത്തിരിക്ക മുറിച്ചപ്പോൾ തന്നെ ഇത്രയും പീസസ് ഉണ്ട്. അപ്പം എല്ലാം കൂടെ അറ്റേ സ്ട്രെച്ച് ചെയ്യാൻ പറ്റില്ല, കണ്ടല്ലോ. അപ്പം ഇതിനകത്ത് നമ്മൾ ഈ പൊടികൾ ആദ്യം ചേർക്കുന്നു, വെള്ളം ഒന്നും ചേർക്കുന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ടീസ്പൂണോളം മഞ്ഞൾ ചേർത്തു. ആവശ്യത്തിന് ഉപ്പ്. ഇത് കത്തിരിക്ക ആയതുകൊണ്ട് ഒരുപാട് വേണ്ട, നമ്മൾ നോക്കുക, ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇത്രയും കത്തിരിക്ക ഉള്ളതുകൊണ്ട്, ഇത്രയും മുറിച്ച പീസസ് ഉള്ളതുകൊണ്ട് 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇടുന്നു. മുളക് പൊടി മല്ലിപ്പൊടിയേക്കാളും കൂടുതൽ വേണ്ടി വരും. 1/4 ടീസ്പൂൺ അല്ലായിരുന്നു ഉപ്പ്? ഒന്ന് 1.5 നമ്മളത് നോക്കുക. എന്നിട്ട് ഇതിപ്പം വെള്ളം പിടിച്ച് വരുമ്പോഴേ നോക്കാം. അപ്പം ഇത്രയും മുളക് പൊടി ചേർത്തു. നമ്മൾ ഇത് ചേർത്തിട്ട് ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് ഇളക്കണമെന്നില്ല, ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക ആദ്യം. ഇപ്പം പിടിക്കത്തില്ല എന്ന് വെച്ചാൽ ഇപ്പം വെള്ളം ഇറങ്ങി വന്നില്ലല്ലോ. അപ്പം ഈ ബ്രിഞ്ചോൾ അല്ലെ കത്തിരിക്ക എന്ന് പറയുന്നത് വെള്ളമുള്ള വെജിറ്റബിളാണ്. ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ അമ്മയൊക്കെ പറയും, അമ്മൂമ്മ ഒക്കെ പണ്ട് കാലത്ത് ഈ കത്തിരിക്ക ഒന്ന് ഉപ്പ് കൊണ്ടൊന്ന് തടവിയിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കുമെന്ന്. എന്ന് വെച്ചാൽ ഇതിലൊരു കറ പോലെ, ഒരു കാരം പോലെ ഒരു സംഭവമുണ്ട്. പക്ഷേ ഇത് ഇപ്പം ഞാൻ ചെയ്ത് നോക്കിയിട്ട് ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ ചെയ്യുന്നു. പക്ഷേ ചിലപ്പോഴും ഉപ്പ് വെള്ളത്തിൽ കഴുകാറുണ്ട്, അല്ലാതെയും എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. അതിൽ എന്ന് വെച്ചാൽ നമ്മളിപ്പം മുറിച്ചിട്ട് കുറച്ച് നേരം വയ്ക്കുകയാണെങ്കിൽ ആ നിറ വ്യത്യാസം വരും, അതിൻ്റെ ആ ഒരു കറയുടെ ഇത് വരും. പക്ഷേ നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യപ്പെടത്തില്ല. ഇതുപോലെ മഞ്ഞൾ മുളകൊക്കെ അപ്പം ചേർക്കുകയാണെങ്കിൽ നിറ വ്യത്യാസം വരത്തില്ല. അപ്പം ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് വെക്കുക. 5 മിനിറ്റ് വെച്ച് കഴിയുമ്പം ഇതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഊറി തുടങ്ങാം. ഉപ്പ് ചേർത്തല്ലോ. അപ്പം ആ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നതനുസരിച്ച് ഇതിൽ മസാല പിടിച്ച് വരും. അപ്പം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. വേറെ വെള്ളം ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. വേണമെങ്കിൽ കൈ കൊണ്ട് വേണമെങ്കിലും തിരുമ്മി പിടിപ്പിക്കാം. പിന്നെ ഒരു 10 തൊട്ട് 15 മിനിറ്റ് കഴിയുമ്പോൾ ഏകദേശം നല്ല നനവിൽ ഇതിൽ പിടിച്ചിരിക്കും മസാല. എന്നിട്ട് കൈ കൊണ്ട് ഒന്നുകൂടെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ വെച്ചിരിക്കുന്ന അരിപ്പൊടിയിൽ ഡസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ കത്തിരിക്ക മസാലയൊക്കെ പറ്റി വെച്ചത് ഒരു 10 മിനിറ്റോളം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ആ നനവിൽ തന്നെ ഈ മസാലയൊക്കെ പിടിച്ചിരിക്കണം. അപ്പം ഞാനത് കൈ കൊണ്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തു. ഒരു ശകലം പോലും വെള്ളം ചേർത്തിട്ടില്ല. അപ്പം നമ്മളിനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനിയും വെച്ചിരുന്നാൽ കൂടുതൽ വെള്ളം ഇറങ്ങിയിട്ട് അതങ്ങ് സോഗിയായി പോകും. ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇനി ഓരോന്നായിട്ട് എടുത്തിട്ട് അതിന് മുമ്പായിട്ട് വിട്ടുപോയി, ഈ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊരു 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടി വരും.
ഈ അരിപ്പൊടി ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ സ്റ്റിഫ്നെസ് കിട്ടാനാണ്. അല്ലെങ്കിൽ അത് തിരിച്ച് ഇടുമ്പോഴത്തേക്കും അതങ്ങ് അതിൻ്റെ ഷേപ്പെല്ലാം അങ്ങ് പോവും. അതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഓരോന്നായിട്ട് എടുത്ത് ഓരോ പീസ് എടുത്തിട്ട് ഒന്നിങ്ങനെ നമ്മൾ ഈ കട്ട്ലറ്റിനൊക്കെ ഡസ്റ്റ് ചെയ്യത്തില്ലേ, അതുപോലെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ അരിപ്പൊടിക്ക് പകരം റവയില്ലേ, ബോംബെ റവ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്നത്, അത് യൂസ് ചെയ്യാം. പിന്നെ കോൺഫ്ലവർ യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് വെക്കുക. നമുക്ക് എന്നിട്ട് പാത്രം ചൂടാക്കി എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാക്കാം. രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചൂടാവട്ടെ. അപ്പോഴത്തേക്കും നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഈ ഇട്ടിരിക്കുന്ന കത്തിരിക്ക ഏകദേശം 4-5 മിനിറ്റോളം ആയി. അപ്പം ഒരു സൈഡ് ഏകദേശം മൂത്തു എന്ന് പറയാൻ പറ്റത്തില്ല, ഏകദേശമായി. അപ്പം അതുപോലെ നമുക്ക് ഓരോന്ന് മറിച്ചിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ശരിക്കും കുറച്ചുകൂടെ കടന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ കിടന്ന് വേണം അത് മൂക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഈ പൊടി കരിഞ്ഞു പോവുകയും ചെയ്യും. നമുക്ക് ആ ഉദ്ദേശിച്ച ടെക്സ്ചർ കിട്ടത്തില്ല. അപ്പം അതുകൊണ്ടാണ്. ഈ അരിപ്പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് മറിച്ചിടാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അതിങ്ങനെ ഈ തൊലിയിൽ നിന്ന് അങ്ങ് വിട്ടിങ്ങി പോരും. ഇത് നമുക്ക് ക്രഞ്ചി ആയിട്ട് ഭയങ്കര ഇതല്ല എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒന്നത് വലിയ കത്തിരിക്ക ആയതുകൊണ്ടാണ് അതിങ്ങനെ. ഇത് ചെറുതാണെങ്കിൽ എളുപ്പമാണ്. ഇതിങ്ങനെ ലോ ഫ്ലെയിം അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതിങ്ങനെ ഒരു 5-6 മിനിറ്റും കൂടെ കിടന്നൊന്ന് മൂക്കട്ടെ. വേണമെങ്കിൽ ഇത് ഇനി ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് 3-4 മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടെ തിരിച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് നല്ലപോലെ മുരിച്ചെടുക്കാം. 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മോര് കാച്ചിയതാണ്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചതച്ച് ചേർക്കാതെ ചെയ്യുന്നതാണ്. തേങ്ങ അരയ്ക്കുന്നില്ല. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് കാണാം. അപ്പോൾ പാത്രം ചൂടാവുന്നു. പുറത്തോട്ട് നമ്മൾ കത്തിരിക്ക ഫ്രൈ ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കാണ്. ചെറിയ തീയിൽ കിടന്നാവട്ടെ. അതിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാവട്ടെ. അതിന് വേണ്ടിയിട്ട് കടുക്, പിന്നെ ജീരകം, വറ്റൽമുളക്, കറിവേപ്പില, ഉലുവാപ്പൊടി, ഇത് വറുത്ത് പൊടിച്ചതാണ്. പിന്നെ ഞാൻ മിക്സിയിൽ തൈര് അടിച്ചു വെച്ചിട്ടുണ്ട്. അത് മിക്സി കഴുകി അല്പം വെള്ളവും കൂടെ ഉണ്ട്. 1 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മഞ്ഞൾ, ഇത്രയും മാത്രം മതി. അപ്പം എണ്ണ ചൂടായി. എണ്ണ ചൂടായിട്ട് കടുക് ഇട്ടാലേ പൊട്ടത്തുള്ളൂ, അല്ലെങ്കിൽ അതിന് ടൈം എടുത്ത് ഇതൊരുപാട് ടൈം എടുക്കും. അല്പം തീ കൂട്ടി. ഒരുപാടുണ്ട്. ഇത്ര ഇപ്പോൾ 1 കപ്പ് തൈരല്ലേ ഉള്ളൂ. ഒരു ടീസ്പൂൺ ഇട്ടില്ല, 1/2 ടീസ്പൂൺ. പിന്നെ പൊട്ടി തുടങ്ങി തീ ഉറച്ചു കൊടുത്ത് ഒരു 1/2 ടീസ്പൂൺ ജീരകം, വറ്റൽമുളക് ഞാനൊരു 3 വറ്റൽമുളക്. ഈ മുളകിൻ്റെ എരിവേ ഉള്ളൂ. ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടി, കറിവേപ്പില ഇടുമ്പോൾ സൂക്ഷിച്ച് വേണം. കറിവേപ്പില ഇട്ടു. തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തേ. എന്നുവെച്ചാൽ ഈ പാത്രം ഭയങ്കരമായിട്ട് ചൂടാവുന്ന, അതുകൊണ്ട് ഇത് കരിഞ്ഞു പോകും. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾ, ഒരു 1/4 സ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുത്തു. ഈ മോര് ഞാൻ ഉപ്പും കൂടെ ചേർത്താണ് അടിച്ചത്. 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്.
ഇനി നമ്മൾ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇതുണ്ടല്ലോ പിരിഞ്ഞു പോകും. കണ്ടോ, പാത്രത്തിൽ ഒഴിച്ചപ്പോൾ തന്നെ നല്ല ചൂട്. അപ്പോൾ തീ കത്തിയിരുന്നിരുന്നെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. പിരിഞ്ഞു പോയാൽ ടേസ്റ്റ് പോകും. ഇനി വേണമെങ്കിൽ ഒന്ന് പതുക്കെ തീ കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഒന്ന് നമുക്ക് ചൂടായി, ആ മോര് ചൂടായി തോന്നുമ്പോൾ ഓഫ് ചെയ്യുക. എന്ന് വെച്ചാൽ ഒന്ന് തിളച്ചങ്ങ് പോകരുത്. ഒന്ന് പതഞ്ഞ് വരുമ്പോൾ വേണമെങ്കിൽ ഒന്ന് കത്തിച്ച് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഉപ്പും കൂടെ നോക്കുക. അപ്പം ഇതിൻ്റെ മെയിൻ ഫ്ലേവർ എന്ന് പറയുന്നത് ആ ജീരകവും കടുകും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെയാണ്. ഉലുവാപ്പൊടി നിർബന്ധമാണ് കേട്ടോ. എനിക്ക് ഉലുവ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉലുവ ചേർക്കുമ്പോഴാണ്. ഉപ്പ് വേണമെങ്കിൽ അല്പം കൂടെ ചേർക്കാം. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തു. ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ നോക്കുക, അതിൻ്റെ പിരിഞ്ഞൊന്നും പോരുത്. കണ്ട് ഇനി ഇത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കഴിയുമ്പോൾ ആ തണുത്ത് കഴിയുമ്പോൾ ഇനി ഇച്ചിരി കൂടെ കുറുകും. അപ്പം മോര് കറിയും റെഡിയായി കഴിഞ്ഞു. തീ ഓഫ് ചെയ്യണേ. അപ്പം ഇവിടെ കത്തിരിക്ക ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. മോരും ആയി. അങ്ങനെ കച്ചുമോര് റെഡിയല്ലേ? അതെ, അങ്ങനെ കാച്ചുമോര് റെഡി. ഇങ്ങനെ ചെറിയ തീയിൽ കുറച്ചു നേരം കിടന്ന് മൂക്കണം. ഇതിപ്പോ ഏകദേശം ഒരു 20 മിനിറ്റ് ആയില്ലേ? അപ്പം അങ്ങനെ കത്തിരിക്ക ഫ്രൈയും ആയിക്കഴിഞ്ഞു. ഇനി കുറച്ചു നേരം കൂടിയിട്ട് ഇനിയും മൊരിയും. ഇപ്പം ചോറുണ്ടേ, പിന്നെ വിശന്ന് ഒരു പരിപാടി എടുക്കാം അല്ലേ? അങ്ങനെ കത്രിക്ക ഫ്രൈ റെഡി. ക്രിസ്പി കത്രിക്ക ഫ്രൈ അല്ലേ അഞ്ജന? ക്രിസ്പി അല്ല, ടേസ്റ്റി ക്രിസ്പി കത്രിക്ക ഫ്രൈ വിത്ത് ഈസി കച്ചുമോർ. ഇതേ ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവാണ്. ചോറ് ഞാൻ ഉണ്ടാക്കിയത് പപ്പായ തോരൻ, പയറ് മെഴുക്കുവരട്ടി, വെള്ളരിക്ക കിച്ചടിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അതിൽ വഴുതനങ്ങ മെഴുക്കുവരട്ടിയുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കാച്ചിയ മോര് ഒഴിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ കച്ചുമോർ. അതെ, ഇത് ഇച്ചാൻ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. ഇത് കൂട്ടി കഴിച്ചു നോക്ക്, കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് പറ. നമ്മുടെ ക്രിസ്പി ബ്രിഞ്ചോൾ ഫ്രൈ. ഓ, ഭയങ്കര ക്രിസ്പി. ബേഷ് ഗുഡ്. സ്ഥിരം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ട്. 2 ദിവസം മുമ്പേ ഉണ്ടാക്കിയതാ. അതെ അതെ, ഇത് ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം വയ്ക്കുന്നതാ. നീ ബാക്കി കൂട്ടാനെല്ലാം കൂടെ കൂട്ടി കഴിച്ചു. ഇതെല്ലാം നമ്മുടെ വീട്ടിലുണ്ടായതാ. വെള്ളരിക്കയും പപ്പായയും വെജിറ്റേറിയൻ വള്ളിപ്പയറും എല്ലാം നമ്മുടെ അച്ഛൻ്റെ വെജിറ്റബിൾ ഗാർഡനിലുള്ളതാണേ. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഈ 2 ഡിഷും. എളുപ്പം ഉണ്ടാക്കാവുന്ന 2 ഡിഷ്. വെജിറ്റേറിയൻ ഡിഷസ് ഇഷ്ടപ്പെടുന്നവർക്കും പിന്നെ ഇപ്പം നോമ്പ് നോക്കുന്നവർക്കും ഒക്കെ ഇത് ട്രൈ ആവുന്നതാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പം ഞങ്ങൾ അടുത്ത വീഡിയോസ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇംഗ്ലീഷ് സബ്ടൈറ്റിൽസ് ഉണ്ട്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് അലക്സ് അഞ്ജന വ്ളോഗ്സ്. ബൈ. ബൈ.